അങ്ങനെ ലാലേട്ടൻ വന്ന് ജിസേലിനെയും അനുമോളെയും ഒന്നിപ്പിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും രണ്ടുപേരും ഹഗ്ഗ് ചെയ്യുകയും ചെയ്ത് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു എന്ന രീതിയിൽ എല്ലാവരുടെയും മുൻപിൽ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ എന്തായാലും കിടപ്പുണ്ടായിരിക്കും. ഇങ്ങനെ ഹഗ്ഗ് ചെയ്തുകൊണ്ട് മാത്രം അവിടെ അവരുടെ പണിഷ്മെൻറ്റ് തീരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കൊടുത്തിരിക്കുന്ന ബാഡ്ജ് ധരിക്കണം. നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമല്ല 2 മണിക്കൂർ വീതം അവർ ജയിലിലും കിടക്കണം. ജയിലിൽ കിടക്കുന്ന സമയത്താണ് അവരെങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ മുതലെടുത്ത് അവർ പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. എന്തായാലും ലാലേട്ടൻ്റെ ഒരു സമാധാനത്തിനായിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും പിന്നെ നെവിൻ അവിടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ഒരു ഹഗ്ഗ് കൊടുപ്പിക്കുക ലാലേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ്ഗ് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങൾ തീർത്തതായിട്ട് എല്ലാവരുടെയും മുന്നിലാണ് ഹഗ്ഗ് ചെയ്തത്. പക്ഷേ പ്രശ്നങ്ങൾ അങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാണാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ആദ്യം തന്നെ പ്രൊമോ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.